ഹലോ ഗൈസ്, ഇതിപ്പോൾ ഞാനൊരു വീഡിയോ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ, കേരളത്തിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഏതാണെന്ന് എനിക്കും അറിയില്ല, അവിടെ നടന്ന ഒരു ഓട്ടോമൊബൈൽ ഷോ ആണ്. സാധാരണ ഈ ടെക് ഫെസ്റ്റിനോടൊക്കെ അനുബന്ധിച്ച് ഇപ്പോൾ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവരൊരു ഓട്ടോമൊബൈൽ ഷോ നടത്തും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ആദ്യം കാണാം, എന്നിട്ട് അതിനെക്കുറിച്ച് പറയാം. ഇനി സൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ നിസ്സാരമല്ല, ഇതിന്റെ കോൺസിക്വൻസ് ഇങ്ങനെ ആവില്ല കേട്ടോ. നിന്റെ അടുത്ത് പറയുന്നത് ഞാൻ അപ്പോൾ ആ വീഡിയോ ഇങ്ങനെയാണ് പോകുന്നത്. തുടക്കത്തിൽ ഒരു സാർ, അവരുടെ ടീച്ചറാണ്, പ്രിൻസിപ്പൽ അല്ലെന്ന് തോന്നുന്നു, അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരിക്കും. പുള്ളി വന്നിട്ട് ഇവരടുത്ത് പറയുന്നുണ്ട്, ഓക്കെ ഇതിനി ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ ഇവരിതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം വീഡിയോ എനിക്ക് തോന്നുന്നു മേ ബി പുള്ളിക്കാരൻ പറയുന്ന ആ ഒരു സാറ് പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ മുമ്പോ ആയിരിക്കാം ഇത്, ഈ ഒരു ബാക്കിയുള്ള വീഡിയോ അതിന് ശേഷമുള്ള വീഡിയോ നടക്കുന്നത് അതിന് മുമ്പോ അതിന് ശേഷമായിരിക്കാം, അതായത് കാറിനകത്ത് പൊട്ടിക്കുന്നത്. ഓക്കെ, എക്സോസ്റ്റ്. അപ്പം മേ ബി പുള്ളി പറഞ്ഞതിന് മുമ്പാണ് സാധ്യത, അല്ലെന്നുണ്ടെങ്കിൽ അതിന് ശേഷം. പക്ഷേ ഇത് വീഡിയോ ഇട്ടിരിക്കുന്ന രീതി എന്ന് പറയുമ്പം സാറ് പറഞ്ഞു, അതിനെതിരെ പ്രവർത്തിച്ചു. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഇതിന്റെ കമന്റ് സെക്ഷൻ, ഞാൻ ഇത് എടുത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല. ഓക്കെ, അപ്പം ഇങ്ങനൊരു ഓട്ടോമൊബൈൽ ഷോ നടത്തുന്നത് പ്രശ്നമൊന്നുമില്ല. രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഈ വീഡിയോ ഇട്ട രീതിയാണ്. അതായത് അധ്യാപകൻ അത് വേണ്ട എന്ന് പറയുന്നു, അതിനെതിരെ ഇവർ പ്രവർത്തിച്ചു. ഓക്കെ, വീഡിയോ ഇട്ടത് എങ്ങനെയാണ്? പുള്ളിക്കാരനെ ധിക്കരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതായത് അദ്ദേഹം പറയുന്നുണ്ട് ഇതിന്റെ കോൺസിക്വൻസസ് അവർ അനുഭവിക്കേണ്ടി വരും. അത് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം അതൊരു പൊതുശല്യമല്ലേ, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ എക്സോസ്റ്റിന്റെ കാര്യം. മോഡിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിപ്പം ഈ ഓട്ടോമൊബൈൽ ഷോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഇറക്കുന്ന വണ്ടിയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം അതിന് നമ്പർ പ്ലേറ്റ് പോലും ഇല്ല. അപ്പൊ ഇതൊന്നും നിരത്തിൽ ഇറക്കാൻ പറ്റില്ല. അല്ലാതെ മേ ബി ഈ ഫ്ലാറ്റ് ബിഡിലാണ് അങ്ങനെയൊക്കെ എന്തെങ്കിലും കൊണ്ടുവരുന്ന വണ്ടിയായിരിക്കാം. മേ ബി എൻ്റെ അറിവില്ലായ്മ ആയിരിക്കാം. അപ്പൊ അങ്ങനെ അല്ലാണ്ട് എൻ്റെ ശരിയാണെങ്കിൽ ഈ വണ്ടിയും നിരത്തിൽ ഇറക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതിന് ഫിറ്റ് ആയിട്ടുള്ള വണ്ടികളല്ല, കണ്ടറിയാം, പക്ക മോഡിഫൈഡ് ആയിട്ടുള്ള വണ്ടികളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഷോയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇറക്കുന്ന വണ്ടികളുണ്ട്. ഓക്കെ, അപ്പൊ അവര് ഈ ലോറിയുടെ മുകളിലൊക്കെ ആയിരിക്കും അത് കൊണ്ടുവരുന്നത്. അതിന് കറക്റ്റ് വേർഡ് എനിക്കറിയില്ല. അല്ലാണ്ട് ഈ വണ്ടിയൊന്നും നിരത്തിലിറക്കാൻ പറ്റില്ലല്ലോ, അത് കാണാൻ തന്നെ അറിയാം. ഇത് നിരത്തിലിറക്കി കഴിഞ്ഞാൽ അത് പൊതുശല്യം തന്നെയാണ് അല്ലേ. ഇത്രയും ശബ്ദമൊന്നും ഒരു കാരണവശാലും എക്സോസ്റ്റിന് വരാൻ പാടില്ല. ഇനി അടുത്ത കാര്യം, ഞാൻ ആ കമന്റ് സെക്ഷനാണ് നോക്കിയത്. ഓക്കെ, കമന്റ് സെക്ഷൻ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അപ്പൊ അതിന് താഴെ തന്നെ ആളുകൾ പറയുന്നുണ്ട്, ഓക്കെ സത്യം പറയും, ഇത് പുള്ളി പറയുന്നതിന് മുമ്പുള്ള വീഡിയോ അല്ലേ, അതെനിക്ക് ഡൗട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇത് ചെയ്ത് ഞാൻ മിക്കവാറും നല്ല പണി കിട്ടും, അല്ലെങ്കിൽ കോളേജ് മാനേജ്മെന്റും കൂടെ അനുവദിച്ചിട്ടായിരിക്കണം. അല്ലാത്ത കേസിൽ സാധാരണ ഈ കോളേജ് ക്യാമ്പസിനുള്ളിൽ ഈ പറഞ്ഞ വണ്ടികൾ കൊണ്ടുള്ള പ്രകടനമൊന്നും പാടില്ലെന്നുള്ളതാണ് പറയുന്നത്. അതിനകത്ത് വണ്ടി കയറ്റിയിട്ട് അനധികൃതമായിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അവരുടെ അനുവാദം ഇല്ല. അതൊന്നും അനുവാദം ഉണ്ടെങ്കിലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം മുമ്പ് ഈ പറഞ്ഞ ഒന്ന് രണ്ട് കുട്ടികളൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഓണം സെലിബ്രേഷന്റെ സമയത്തൊക്കെ പുറത്തുനിന്ന് ജീപ്പൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ തട്ടിയിരിക്കുന്ന ട്രിവാൻഡ്രം സീറ്റിലേക്കാന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കർശനമായിട്ടുള്ള ഇത് വന്നിട്ടുള്ളതാണ്, ക്യാമ്പസുകളിൽ വണ്ടികൾ കയറ്റാനോ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്താനോ പാടില്ല. ഓക്കെ, ഇതിപ്പം അകത്തിട്ട് പൊട്ടിക്കാൻ മാത്രമേ ഉള്ളൂ, വണ്ടി ഓടിച്ചുകൊണ്ടുള്ള അങ്ങനെ വലിയ കലാപരിപാടികളൊന്നും കാണുന്നില്ല. ബട്ട് ഈ പറഞ്ഞതുപോലെ അത് വരാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി താഴോട്ട് നമ്മൾ കമന്റുകൾ വന്നു കഴിഞ്ഞാൽ, ഓക്കെ സാറേ 90 വയസ്സാകുമ്പോഴേക്കും അങ്ങ് മേലോട്ട് വിളിക്കും, ഇപ്പൊ പൊട്ടിക്കേണ്ടത് പിള്ളേർ പൊട്ടിക്കട്ടെ, പൊട്ടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഈ പറഞ്ഞ അതൊരു പബ്ലിക് ന്യൂസൻസ് അല്ലേ. അത് മാത്രമല്ല, ഈ പറഞ്ഞ അവിടെ പല പ്രശ്നമുള്ള കുട്ടികൾ കാണാം, സാറന്മാര് കാണാം. ഓക്കെ, അതൊരു പബ്ലിക് പ്ലേസ് ആണ്. അപ്പം നമ്മൾ ബാക്കിയുള്ള ആളുകളെയും കൂടെ എന്ത് ചെയ്യണം, ഒരു കണക്കിലെടുക്കണം. ഓക്കെ, പിന്നെ അടുത്ത കമന്റുകൾ നോക്കി കഴിഞ്ഞാല് കാട്ടിൽ കിടക്കുന്ന ആനയെ ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഇറക്കി ഷോ കാണിച്ച് 10-12 എണ്ണത്തിനെ കൊല്ലാം, നോ പ്രോബ്ലം. വെടിക്കെട്ട് നടത്തി 20-30 പേരെ കൊല്ലാം, ദാറ്റ്സ് ഓൾസോ ഫൈൻ. പക്ഷെ നമ്മുടെ ജനറേഷന് ഇഷ്ടമുള്ള ഒരു രീതിയിലും ലൈഫ് ത്രെട്ട് ഇല്ലാത്ത ഓട്ടോമൊബൈൽ ഷോ പാടില്ല. ഇതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ മറ്റതിനെ ആരും ന്യായീകരിക്കുന്നില്ല. ഓക്കെ, ഈ പറഞ്ഞതുപോലെ ആന ഇറക്കി, അത് ഈ പറഞ്ഞ ആനയോടുള്ള ക്രൂരതയാണ്, അതുമൂലം മനുഷ്യനും പ്രശ്നമാണ്.
അതേപോലെ തന്നെ ഇതും പ്രശ്നം തന്നെയല്ലേ. ഓട്ടോമൊബൈൽ ഷോ നടത്തുന്നത് ഒരു പ്രശ്നവുമില്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിനകത്ത് ഇതുപോലെ ആളുകളുടെ എന്താ പറയുക മറ്റേ ആരോഗ്യത്തിന് ഹാനികരം ഉണ്ടാക്കുന്ന രീതിയിൽ അത് ചെവിക്കല്ല അടിച്ചു പോകുന്ന ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കുട്ടികളൊക്കെ ചെവിയും പൊത്തിക്കൊണ്ട് ഓടി മാറുന്ന കാണാൻ പറ്റും അതിനടുത്ത് നിന്ന്. അവരുടെ മുഖം കണ്ടാൽ അറിയാം അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അവർക്കത് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമുള്ള ഡെസിബിലിന് മുകളിലുള്ള സൗണ്ടാണ്. ഓക്കെ, അത് ഒറ്റനോടെ തന്നെ മനസ്സിലാവും. ഈ പറഞ്ഞൊക്കെ ആന എഴുന്നള്ളിക്കുന്നതോ വെടിക്കെട്ടോ ഒന്നും ഈ പറഞ്ഞൊക്കെ ഞാൻ ന്യായീകരിക്കുന്ന കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെയാണിത് അല്ലേ. അപ്പൊ ഇതിനെ രണ്ടിനെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറ്റുന്നില്ല. ഓട്ടോമൊബൈൽ ഷോ നടത്തുന്ന പ്രശ്നമില്ല, പക്ഷെ അതിനകത്ത് ഒരു കല വേണം. എന്റെ അറിവില്ലായ്മയാണ്, നിങ്ങൾ തിരുത്തണം. ഈ ഓട്ടോമൊബൈൽ ഷോ എന്ന് പറയുമ്പോഴത്തേക്കും കാണിക്കുന്നത് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് അവരുടെ എന്തെങ്കിലും ഒരു കല വേണ്ടേ. ഓക്കെ, ഇപ്പൊ ഈ എക്സോസ്റ്റ് മോഡിഫൈ ചെയ്യുന്നതിനകത്തൊക്കെ ഒരുപാട് ഫാൻസ് ഒക്കെ ഉള്ളതാണ്. അതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കുളം കൊള്ളുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രശ്നം അതല്ല, ഇവരായിട്ട് എന്താണ് എഞ്ചിൻ മോഡിഫൈ ചെയ്യുക, പവർ കൂട്ടുക, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് ഇതൊക്കെ എനിക്ക് തോന്നുന്നു വാടകയ്ക്ക് എടുത്തുന്ന വണ്ടികളാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല ഇവർ തനി ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഈവൻ അത് മോഡിഫൈ ചെയ്ത പോലും ഇവരല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഈവൻ എക്സോസ്റ്റ് മാറ്റിയത്. പിന്നെ ഈ പറഞ്ഞ മറ്റേ എഞ്ചിൻ മോഡിഫൈ ചെയ്യാൻ മീൻസ് എഞ്ചിൻ മോഡിഫൈ ചെയ്തിട്ട് നിരത്തിൽ ഇറക്കാന്നുള്ളതല്ല, അല്ലാതുണ്ട്. ഓക്കെ, അവിടെ സ്റ്റഡി പർപ്പസിനോ അല്ലെങ്കിൽ പാഷനായിട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനൊരു കലയുണ്ട്. ഓക്കെ, അതൊക്കെ ഒരു കലയാണ് അല്ലേ. പക്ഷെ അതല്ലാന്നുണ്ട് ഇത് കണക്ക് വാടകയ്ക്ക് വണ്ടി എടുത്തിട്ടതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഈ ആളുകൾക്ക് ശല്യമാക്കുന്നത് ഒരു നല്ല പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു രീതിയിൽ അത് ന്യായീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വേറെ കമന്റ് കണ്ടതാണ്, ഞാൻ കാണിച്ചിട്ട് കണ്ടോ. ആ സാറില്ലേ, അവനെ എനിക്കറിയാം. ടീച്ചറെ ഇന്ന് ടെസ്റ്റ് പേപ്പർ ഉണ്ട്, ടീച്ചറെ ഇന്നാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ്, ടീച്ചറെ ഹോംവർക്ക് ചെക്ക് ചെയ്തില്ല എന്നൊക്കെ ടീച്ചറെ ഓർമ്മിപ്പിക്കുന്ന ഒരു തെണ്ടി ഇല്ലേ. അവൻ വളർന്ന് വലുതായതാണ് ഈ ID കാർഡ് ഇട്ട ഡാഷ്. ഒന്നാമത് ഒരു വകതിരിവില്ലാത്ത ഒരുത്തരാണ് ആ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ആ സാറ് ചെയ്തത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അല്ലേ. ഓക്കെ, അദ്ദേഹം കോളേജിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തിയാണ്, റെപ്രസെന്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് മക്കളെ നീ എന്തെങ്കിലും കാണിക്കാൻ പറയാൻ പറ്റില്ല, അത് ഒന്നാമത്തെ കാര്യം. ഓക്കെ, പിന്നെ ആ ഒരു വീഡിയോ കണ്ടാലും നമുക്ക് മനസ്സിലാവും അതൊരു ശല്യം തന്നെയാണ്. ഓക്കെ, മോഡിഫിക്കേഷൻ പലതരത്തിലുണ്ട്. ഈ പൊതുജനത്തിന് ശല്യം ഉണ്ടാക്കാത്ത മോഡിഫിക്കേഷനുണ്ട്, ഉണ്ടാക്കുന്ന മോഡിഫിക്കേഷനുണ്ട്. അതിനകത്ത് ആ പൊതുശല്യം ഉണ്ടാവുന്ന മോഡിഫിക്കേഷൻ അതിനകത്ത് മുൻപന്തിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ എക്സോസ്റ്റ് മോഡിഫൈ ചെയ്യുന്നത്. ഓക്കെ, പൈപ്പ് കട്ട് ചെയ്യുന്നതൊക്കെ. കാരണം അത് പൊതുജനത്തിന് ശല്യം മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. അതിനകത്ത് ഒരു കലയും ഞാൻ കാണുന്നില്ല. ഒന്നാമത്തെ കാര്യം, പൊട്ടുന്നവരുടെ പുളം കൊള്ളുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ഇപ്പോൾ റോട്ടിലൊക്കെ പോകുന്ന സമയത്ത് പട്ടാന്ന് സൗണ്ടൊക്കെ നമ്മൾ ഞെട്ടിയ മാത്രമാണ് ചെയ്യുന്നത്. അതിനകത്ത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പം നിങ്ങൾ പറയാൻ അപ്പം വെടിക്കെട്ട് അത് നടത്തുന്നില്ല, ഇത് നടത്തുന്നില്ല. അതിപ്പോൾ ഒന്നാമത് നമ്മളത് എക്സ്പെക്റ്റഡ് ആണ്. പക്ഷേ ഈ റോട്ടിലൊക്കെ ഇങ്ങനെയുള്ള വണ്ടി ഇറക്കിയിട്ട് പൊട്ടിക്കുമ്പോൾ ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് നിങ്ങൾ ഇതിനകത്ത് എക്സ്പെക്റ്റഡ് അല്ലേ, ഇതിനകത്ത് എക്സ്പെക്റ്റഡ് ആണ്. പക്ഷേ ഇതിനകത്ത് എക്സ്പെക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നമുക്ക് പരിയുണ്ട്. ഓക്കെ, കാറിൽ നിന്നൊക്കെ ഇത്രയും ശബ്ദം കാണാം. ഇതിനകത്ത് ആ വീഡിയോ കാണാൻ മനസ്സിലാവും. അവസാനമൊക്കെ ഒരു വോയിസ് ജെർക്കിങ് വരുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ നമുക്ക് ആ ഒരു നമ്മുടെ ഫോണിന്റെ അല്ലെങ്കിൽ ആ എടുത്ത മൈക്കിന്റെ സ്പീക്കറിന് താങ്ങാൻ പറ്റുന്നതിന് മുകളിലോട്ടുള്ള ശബ്ദമൊക്കെയാണ്. അതുകൊണ്ടാണ് ആ ഒരു പുരിച്ചിൽ വരുന്നത്. ഓക്കെ, നമ്മൾ അത് എക്സ്പെക്റ്റഡ് അല്ലാണ്ടാണ് അതാണ് ആ കുട്ടികൾ ചെയ്യും പൊത്തിക്കൊണ്ട് ഓടി മാറുന്നതിന്റെ കാരണം അതാണ്. ഓക്കെ, അത് ഒരു രീതിയിൽ അതൊരു കലയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഈ സാധനത്തിനൊക്കെ ന്യായീകരിച്ചേക്കുന്ന രീതിയുണ്ട്. എന്നിട്ട് ആ അധ്യാപകനെ മലരാന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഉള്ള അവന്റെ ആ ഒരു ഇതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊക്കെ എന്നിട്ട് പറയും കേരളം 100% ലിറ്ററസി ഉള്ള നാടാണെന്ന് പറയും. പിള്ളേര് പൊട്ടിക്കുന്നതാണ് പ്രശ്നം, ബലാത്സംഗം ചെയ്യുന്നതും മറ്റും പ്രശ്നമല്ല. ഇത് താണ്ട കേരളം കേരളം. ഈ പറഞ്ഞ പോലെ ഈ അതും ഇതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പാടില്ല. തെറ്റ് തന്നെയാണ്. ഓക്കെ, പിള്ളേരെ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് അതേ കണക്കുള്ള സ്ഥലത്ത് കൊണ്ടിട്ട് പൊട്ടിക്കണം. ഇത് ഒരു പബ്ലിക് പ്ലേസ് ആണ്. ഇപ്പോൾ കോളേജിനൊക്കെ പറയുന്നത് ഒന്നാമത്തെ കാര്യം, കോളേജിനകത്തുനിന്ന് വണ്ടി ഇങ്ങനെ കയറ്റി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ ഇപ്പോഴാണ് ഓട്ടോമൊബൈൽ ഷോസ് ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ മാനദണ്ഡം ഉണ്ട് തന്നെ. ഇതിനൊക്കെയുള്ള ഇത് രീതിയിലൊന്നും നടത്താൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നടത്തുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ അത് ഈ പറഞ്ഞ കാലം എന്തെങ്കിലും ഒരു കല വേണം. ഇവരായിട്ട് എന്തെങ്കിലുമൊക്കെ മോഡിഫൈ ചെയ്യും, അല്ലെങ്കിൽ ഇവരായിട്ട് എന്തെങ്കിലും പുതിയ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, എഞ്ചിൻ്റെ പവർ കൂട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ സസ്പെൻഷൻ ചെയ്യാം. അവർക്ക് തനി സസ്പെൻഷൻ പുതിയ രീതിയിലുള്ള നിർമ്മിക്കാം. അതൊക്കെ ഒരു കലയുണ്ട്. ഈ പടക്കം പൊട്ടിക്കാനൊക്കെ എക്സോസ്റ്റൊക്കെ എന്നിട്ട് അതിൽ ന്യൂസെക്സ് ഉണ്ടാക്കുന്നു, അത് കുറ്റം പറഞ്ഞ് അത് ചെയ്തെന്ന് പറഞ്ഞ് സാറിനെ കളിയാക്കിക്കൊണ്ട് വീഡിയോ ഇടുന്നു. അതിൻ്റെ താഴെ കുറെ പൊട്ടന്മാർ വന്നിട്ട് കമന്റ് ചെയ്യുന്നു, ഒരു വകതിരിയില്ലാത്തവന്മാർ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ളവന്മാരാണ്
ഈ കേരളത്തിനും ഇന്ത്യക്കും തന്നെ ശാപമായിട്ടുള്ള കുറേ ടീമുണ്ട്. ഓക്കെ, ശരി, ഓക്കെ. അപ്പോൾ ഇനി ഇതണക്കുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, എന്തായാലും അവന്മാർ നടത്തി ഇങ്ങനെ ഈ അളിഞ്ഞ രീതിയിൽ വീഡിയോ ഉണ്ടാക്കി ഇടാതിരിക്കുക. ഓക്കെ, കാരണം അതുകൊണ്ടാണ് ഈ ബാക്കിയുള്ളവന്മാരുടെ അടി കിടന്ന് മെഴുകുന്നത്. ശരി, ബൈ.